ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനാകുമോ എന്ന് സർക്കാർ അറിയിക്കണമെന്ന് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം. റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതു താൽപ്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ. ഹർജിയിൽ വനിതാ കമ്മീഷനെ ഹൈക്കോടതി കക്ഷി ചേർത്തു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, എന്തായാലും സർക്കാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന്. എന്തായാലും പൂർണ്ണരൂപം അത് മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ കോടതി ഈ സർക്കാർ മൂടിവെച്ച ആ ഭാഗങ്ങൾ, റിപ്പോർട്ടിൽ മൂടിവെച്ച ഭാഗങ്ങൾ ഒരുപക്ഷെ കോടതി വളരെ സസൂക്ഷ്മം അത് പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാൻ ആയിരിക്കില്ലേ ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൽ ഇതുമായി ബന്ധപ്പെട്ട ഭിന്നതയുണ്ട് എന്ന് പറയുന്നു. പരാതിയുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാനാവൂ എന്ന് ഒരു വിഭാഗം പറയുന്നു, പരാതി വേണ്ട എന്ന് പറയുന്നു. സർക്കാർ ചുരുക്കത്തിൽ പെട്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും സർക്കാരിന്റെ ആദ്യഘട്ടം മുതലുള്ള നിലപാട് എന്ന് പറയുന്നത് പരാതി ഉണ്ടെങ്കിൽ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നതാണ്. പക്ഷേ കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമ പരാതികളും അത് സംബന്ധിച്ച മൊഴികളുമാണ് കൂടുതലായും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ട് സംബന്ധിച്ച് കഴിഞ്ഞ 4.5 വർഷമായി സർക്കാർ ഈ ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ കോടതി വ്യവഹാരങ്ങൾ, നിരവധി കേസുകൾ ഇത് പുറത്തുവിടരുത് എന്ന് സംബന്ധിച്ചുള്ള നിരവധി ഹർജികൾ കോടതിയിൽ നിലനിന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ലൈംഗിക അതിക്രമ പരാതികളും സാക്ഷിമൊഴികളുമായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉടനീളമുള്ളത്. അത്തരത്തിലുള്ള സാക്ഷിമൊഴികൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ വളരെ രഹസ്യാത്മകമായി തന്നെ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താമായിരുന്നു. പക്ഷേ അതിന് പോലീസ് മുതിർന്നില്ല, അല്ലെങ്കിൽ സർക്കാർ മുതിർന്നില്ല എന്നതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇരയുടെ വിവരങ്ങൾ പുറത്തു വരാതെ തന്നെ രഹസ്യാത്മകമായി സംസ്ഥാന പോലീസിനെ ഇത് അന്വേഷിക്കാമായിരുന്നു. പക്ഷേ എന്തിനു വേണ്ടിയാണ് സർക്കാർ ഇതുവരെയും ഇത് മറച്ചു പിടിച്ചത് എന്നത് ആ ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം നമുക്ക് വിലയിരുത്തുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരത്തിലാണ്. ഒരു ഭാഗം പോലും ഇപ്പോൾ വിവരാവകാശ പ്രകാരം മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ച രേഖ എന്ന് പറയുന്നത് ചില വ്യക്തിപരമായ കാര്യങ്ങൾ, ചില പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടും സാക്ഷിമൊഴികൾ തുറന്നു പറയുന്ന തെളിവുകൾ, ആരുടെയൊക്കെ പേരുകളാണ് എന്ന് സംബന്ധിച്ച് തങ്ങളെ ലൈംഗിക അതിക്രമത്തിനും ലൈംഗിക ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ അത്തരം പെരുമാറ്റമൊക്കെ നടത്തിയ സിനിമാ ലോകത്തെ പ്രമുഖരുടെ പേരുകൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു വിവരാവകാശ പ്രകാരം ചോദിച്ച ചോദ്യത്തിന് സർക്കാർ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിനെയാണ് അത്തരത്തിൽ ഒന്നും മറച്ചു വയ്ക്കാതെ കൃത്യമായി തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്, ആ റിപ്പോർട്ട് കൃത്യമായി മുദ്രവച്ച കവറിൽ നൽകണം എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് അറിയേണ്ടത്. കോടതി നിർദ്ദേശം സർക്കാർ പാലിക്കുമോ എന്നുള്ളതാണ്. ഇനിയും എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയുമോ? അതായത് റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നേരത്തെ ഈ ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിച്ചു എന്നാണ് സർക്കാർ പറയുന്നത് കേട്ടോ. വിനീഷ്, ഈ എന്തായിരിക്കും ഇനി തുടർ നടപടി? കാരണം കോടതി വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ പൊതു താൽപ്പര്യ ഹർജി സമർപ്പിച്ച ആളുടെ അഭിഭാഷകനും പറയുകയുണ്ടായി, ഈ ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് കേസെടുക്കാം പോലീസിന്. അത് ഇനിയൊരു പരാതി ആവശ്യമില്ല. കാരണം ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ധാരാളം എന്നാണ് പൊതു താൽപ്പര്യ ഹർജി നൽകിയ വ്യക്തിയുടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കും? സർക്കാരിൽ നേരത്തെ പറഞ്ഞതുപോലെ ആശയക്കുഴപ്പമുണ്ടോ? സർക്കാർ അത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സർക്കാർ എന്നാണല്ലോ നാഴികക്ക് 40 വട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് പിൻവലിയാനാവുമോ? നിലവിൽ ഏറ്റവും അവസാനം ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അപ്പോൾ സിനിമാ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു സ്വരവും ഇത്തരത്തിൽ തന്നെയാണ്. പരാതി ലഭിച്ചാൽ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാം എന്നതല്ലാതെ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി ഈ ഒരു വിഷയത്തിൽ പറയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ആരെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ
കൃത്യമായ വിവരങ്ങളും രേഖകളും സാക്ഷിമൊഴികളൊക്കെ ഉണ്ടായിട്ട് സംസ്ഥാന പോലീസും സംസ്ഥാന സർക്കാരും നടപടി സ്വീകരിക്കാത്തത് എന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സ്വമേധയാൽ ഈ വിഷയം നിലവിൽ സാഹചര്യത്തിലല്ല, 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ സർക്കാർ തലത്തിൽ ഇതിന്റെ വിവരങ്ങൾ സാംസ്കാരിക മന്ത്രിക്കും സിനിമാ മന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഈ വിവരങ്ങൾ അറിയാമായിരുന്നു. അറിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ ഉള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ക്രിമിനൽ കുറ്റം ചുമത്തി കേസ് ഫയൽ ചെയ്യാമെന്ന് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ സർക്കാർ ഇതിനെ ഒന്നും വകവയ്ക്കാതെ കഴിഞ്ഞ 4.5 വർഷമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നാണ് ഉയരുന്ന ആക്ഷേപം. എന്തായിരുന്നാലും സ്വമേധയാൽ കേസെടുക്കാവുന്ന ഒരു കുറ്റകൃത്യവും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമാണ് സമൂഹത്തിൽ നടന്നിരിക്കുന്നത്. ആ വിഷയത്തിൽ സർക്കാർ മൗനം പാലിച്ചത് അതാണ് പ്രധാനം. വിനീഷ്, അതായത് ഈ പോക്സോ കേസ് പോലും രജിസ്റ്റർ ചെയ്യാം ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു വിവരം കഴിഞ്ഞ 5 വർഷം അത് പൂഴ്ത്തി വെച്ചത് ആരൊക്കെയാണ്? അവർ കൂടി ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരില്ലേ? അതുകൊണ്ടായിരിക്കുമോ സർക്കാർ ഭയക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാരിന് ഇത് ഒരു കനത്ത തിരിച്ചടിയായ റിപ്പോർട്ടായി മാറും. കാരണം ഇപ്പോൾ നിരവധി പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയാണ് ഈ പൊതുപ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്തുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മുദ്രവച്ച കവറിൽ കൃത്യമായ റിപ്പോർട്ട് കോടതിയെ അറിയിക്കണമെന്ന് പറയുമ്പോൾ തന്നെ കോടതി അടുത്ത നടപടിക്രമവുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം സർക്കാരിനോട് വ്യക്തമാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വിവരാവകാശം നൽകിയ രേഖകളല്ല വേണ്ടത്, മാധ്യമപ്രവർത്തകർക്ക് വിവരാവകാശ പ്രകാരം നൽകിയ കമ്മീഷൻ റിപ്പോർട്ടല്ല വേണ്ടത്, ഒപ്പം ഒഴിവാക്കിയ ഭാഗങ്ങളും കൃത്യമായി അതിനകത്ത് വേണം എന്ന ഒരു നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നിയമപരിപാലനത്തിന്റെ ചുമതല സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് ഇനി അധികമായി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം പരാതി ലഭിച്ചാലേ തങ്ങൾ കേസുമായി മുന്നോട്ട് പോകുമെന്ന സർക്കാർ വാദം അത് അംഗീകരിക്കാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് മുദ്രവച്ച കവറിൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമപാലകർ കൃത്യമായി ഈ വിഷയത്തെ പഠിക്കും. അതിനുശേഷം വരും ദിവസങ്ങളിൽ ഈ ഒരു പൊതുതാൽപര്യ ഹർജിയുടെ മേലുള്ള നിരീക്ഷണങ്ങളും ഉത്തരവുകളും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്പ്യാർ. യെസ്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേസെടുക്കാനാകുമോ എന്ന് സർക്കാർ അറിയിക്കണമെന്ന് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം. റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ. ഹർജിയിൽ വനിതാ കമ്മീഷനെ ഹൈക്കോടതി കക്ഷി ചേർത്തു. വി വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.